ഹായ്, എൻ്റെ പേര് ദക്ഷ. പിന്നെ ഇവളുടെ ബ്രീഡ് ജാഗർസ ടെറിയറാണ്. ഇവളെ ഇപ്പോൾ വാങ്ങിച്ചിട്ട് ഇപ്പോൾ മൂന്ന് മാസത്തിലാണ് ഞങ്ങൾ വാങ്ങിച്ചത്. ഇപ്പോൾ 3.5 വയസ്സായിട്ടുണ്ട്. പിന്നെ ഇംഗ്ലണ്ടാണ് ഇവരുടെ ഒറിജിൻ. ഭക്ഷണമായിട്ട് ഡോഗ് ഫുഡ് കൊടുക്കും. പിന്നെ ചിക്കനും ചോറും മഞ്ഞപ്പൊടി മാത്രമായിട്ട് മിക്സ് ചെയ്തിട്ട് അത് ചോറിൻ്റെ കൂടെ ഉടച്ചു കൊടുക്കാറാണ് ഇവർക്ക് കൊടുക്കാറുള്ളത്. പിന്നെ ബാക്കിയുള്ള സമയത്ത് മറ്റേ ഡോഗ് ഫുഡായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. അഡൾട്ടിന് എല്ലാവർക്കും ഒരു നേരമാണ് ഇപ്പോൾ ഫുഡ് കൊടുക്കുന്നത്. പപ്പീസിന് 3 നേരം. ഹെയർ ഫോൾസൊക്കെ ഇവർക്ക് തീരെ കുറവുള്ളൂ. പിന്നെ വീടിൻ്റെ ഉള്ളിലൊക്കെ വളർത്താൻ പറ്റിയ ബ്രീഡാണ്. അധികം പുറത്ത് ഇടേണ്ട ആവശ്യമില്ല. ഇവളെ മേടിച്ചപ്പോൾ തൊട്ട് വീടിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. നല്ല അനുസരണയോട് കൂടി നടക്കും. പിന്നെ ഇവർക്ക് ടോയ്ലറ്റിൻ്റെ ആവശ്യമൊക്കെ വരുമ്പോൾ ഇവൾ പുറത്തേക്ക് ഇറങ്ങും, കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഉള്ളിലേക്ക് കയറും. അങ്ങനത്തെ ഒരു ഉള്ളിൽ അങ്ങനെയൊന്നും അവൾ ചെയ്യാറില്ല. ബൈ കളറും ട്രൈ കളറും പിന്നെ വൈറ്റ് കൂടിയതായിട്ടുള്ളതാണ് ഉള്ളത്. ഇവർക്ക് കൂടുതലായിട്ട് കാണാറുള്ളത് ഈ ട്രൈ കളറൊക്കെയാണ്. ഇവരെ 2 ആഴ്ച കൂടുമ്പോൾ കുളിപ്പിക്കാം. പിന്നെ ഇവർ തന്നെ ഇവരുടെ മേത്ത് ചളിയായി കഴിഞ്ഞാൽ ഇവർ തന്നെ ക്ലീൻ ആക്കും. അപ്പോൾ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ കുളിപ്പിച്ചാൽ മതി. പിന്നെ സ്മെല്ലൊന്നും തീരെ ഇല്ലാത്ത ബ്രീഡാണ് ഇവർ. അധികം സ്മെല്ലൊന്നും വരില്ല. പിന്നെ കുറേ നാൾ കൂട്ടിലിട്ടിട്ട് കുളിപ്പിക്കുകയാണെങ്കിൽ ഒരാഴ്ച കൂടുമ്പോഴൊക്കെ കുളിപ്പിക്കണം. കുറേ നാൾ ഇങ്ങനെ കൂട്ടിൽ തന്നെ ഇടുകയാണെങ്കിൽ. വീടിൻ്റെ ഉള്ളൊക്കെ നടക്കുകയാണെങ്കിൽ പിന്നെ 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ കുളിപ്പിച്ചാൽ മതി. പിന്നെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന ബ്രീഡല്ല. എപ്പോഴും ഇങ്ങനെ എന്തിട്ടെങ്കിലും ആക്റ്റീവായിട്ടുള്ള ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള ബ്രീഡാണ് ജാഗർസ ടെറിയർ. അപ്പോൾ വീട്ടിൽ എല്ലാവരെയും കണ്ട് പരിചയമായിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും പറയണത് കേൾക്കും. പക്ഷെ പുറത്തുനിന്ന് വരുന്ന ആളുടെ അടുത്ത് അഗ്രഷൻ ഉണ്ടാവും. നന്നായിട്ട് ഗാർഡ് ചെയ്യുന്ന ഡോഗാണ്. പിന്നെ കുട്ടികളെയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഡോഗാണ്. ഇവൾക്ക് ഇപ്പോൾ ഞാൻ സ്കൂളിൽ പോകുമ്പോഴായാലും ഇപ്പോൾ വണ്ടിയിലൊക്കെ ടാറ്റി പോകാന്നൊക്കെ പറയുമ്പോൾ ഇവള് വേഗം വണ്ടിയിൽ കയറിയിരിക്കും. പിന്നെ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴാണെങ്കിൽ ഇവള് ചിരിക്കും. തിരിച്ചു വരുമ്പോൾ ചിരിക്കുവള്. പുറത്തുനിന്ന് അങ്ങനെ ഇപ്പോൾ കടയിൽ പോയിട്ടാണെങ്കിൽ ഇവിടുത്തെ കടയിൽ പോയിട്ടാണെങ്കിലും തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവള് ചിരിക്കും, വണ്ടിയിൽ കയറിയിരിക്കും. ടാറ്റി പോകാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേഗം വണ്ടിയിൽ കയറിയിരിക്കും. പിന്നെ നമ്മളുടെ ഒപ്പം തന്നെ വളർത്തിയ കാരണം പറഞ്ഞതെല്ലാം പെട്ടെന്ന് അവൾ ക്യാച്ച് ചെയ്യും. ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ് മാത്രമേ അവൾക്ക് കൊടുത്തിട്ടുള്ളൂ. സിറ്റ്, ഡൗണ്, സ്പീക്ക് ഇതൊക്കെ മാത്രമേ അവൾക്ക് കൊടുത്തിട്ടുള്ളൂ. അത് ഞാൻ നിർബന്ധമായിട്ട് പഠിപ്പിച്ചതല്ല. ഇടയ്ക്കിടയ്ക്ക് ബിസ്ക്കറ്റ് കാണിച്ച് ചെയ്യും. ഇങ്ങനെ പറയുമ്പോൾ അവൾ പെട്ടെന്ന് ഇരിക്കും, കിടക്കും. അങ്ങനെയൊക്കെ പെട്ടെന്ന് ചെയ്യണം ഡോഗാണിത്. ഇഴജന്തുക്കളൊന്നും നമ്മുടെ കോമ്പൗണ്ടിൽ വരില്ല. ഈ വീടിൻ്റെ ഉള്ളിൽ തന്നെ പല്ലികളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും അതിൻ്റെയൊക്കെ ശല്യം കുറയും. ഡയറ്റൊക്കെ അവർക്ക് കറക്റ്റായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അവർക്ക് അസുഖങ്ങളൊക്കെ തീരെ കുറവാകും. പിന്നെ ഈ മധുരമുള്ള സാധനങ്ങൾ, ചോക്ലേറ്റ്, ഈ എന്നിട്ട് പറയുക പാല്, ചായ, കാപ്പി, ഈ സാധനങ്ങളൊന്നും അവർക്ക് കൊടുക്കാൻ പാടില്ല. അവർക്ക് വയറ്റിൽ മറ്റേ വരയൊക്കെ വരാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വരും അവരുടെ വയറ്റിൽ. അപ്പോൾ ഇതൊന്നും കൊടുക്കാൻ പാടില്ല. ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഫുഡ്, അതായത് ഡോഗ് ഫുഡ്, പിന്നെ ചോറും ഈ ചിക്കൻ മഞ്ഞപ്പൊടി മാത്രമായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തത്. പിന്നെ ഉപ്പൊന്നും കൊടുക്കാൻ പാടില്ല. എരിവുള്ള ഫുഡ് അങ്ങനത്തെ ഒന്നും കൊടുക്കാൻ പാടില്ല. വയറിന് പെട്ടെന്ന് പ്രശ്നം വരും. അപ്പോൾ അവരുടെ ഡോഗ് ഫുഡും പിന്നെ ചോറും ചിക്കനും ഇതാണ് മെയിനായിട്ട് കൊടുക്കേണ്ടത്. ഇവരുടെ ലൈഫ് സ്പാൻ വന്നിട്ട് 13 തൊട്ട് 16 വയസ്സ് വരെയാണ്. നന്നായിട്ട് ഡയറ്റ് പ്ലാനൊക്കെ കറക്റ്റായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ 18 വയസ്സ് വരെയൊക്കെ ഇവരെ കിട്ടും. കുട്ടികൾക്ക് കൂടുതലായിട്ട് കളിക്കാൻ, പിന്നെ സ്ക്രീൻ ടൈം കുറയ്ക്കാൻ. വെക്കേഷനൊക്കെ ഭയങ്കരമായിട്ട് ഫോണിലും ടി വിയിലൊക്കെ ആയിരിക്കില്ലേ. അപ്പോൾ സ്ക്രീൻ ടൈം കുറയ്ക്കാനൊക്കെ ഇവരെ മേടിച്ച് വെക്കുന്നത് ഭയങ്കര നല്ലതാണ്. കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക്. അവരുടെ ഒപ്പം കളിക്കാനും അവരുടെ ഒപ്പം ഇരുന്ന് ഓരോരോ കാര്യങ്ങൾ ചെയ്യാനും. പിന്നെ ഉള്ളിൽ വളർത്തുന്നതാണ് ഏറ്റവും നല്ലത്. പുറത്താണെങ്കിൽ അതായിട്ട് ഉള്ളിലുള്ള ആൾക്കാരായിട്ട് ഇപ്പോൾ ഫുഡ് കൊടുക്കുന്ന ആളായിട്ട് മാത്രമേ ചിലപ്പോൾ കമ്പനി ഉണ്ടാവുള്ളൂ. പുറത്ത് വളർത്തണമെങ്കിൽ, കൂട്ടിൽ മാത്രം ഇട്ട് വളർത്തണമെങ്കിൽ. പിന്നെ ബാക്കിയുള്ളവർ പറയണത് ചിലപ്പോൾ കേട്ടുമെന്ന് വരില്ല. ഉള്ളിലാണെങ്കിൽ എല്ലാവരും പറയണത് കേൾക്കും. പിന്നെ ഭയങ്കരമായിട്ട് ഗാഡിയും, അത് കൂട്ടിലാണെങ്കിലും ഗാഡിയൊക്കെ ചെയ്യും. പക്ഷേ ഉള്ളിലാണെങ്കിൽ നമ്മളെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടാവും അവരുടെ ഉള്ളിൽ. അപ്പോൾ ഇങ്ങനെ എപ്പോഴും എന്ത് സൗണ്ട് കേട്ടാലും ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവും. പിന്നെ വിളിച്ചു കഴിഞ്ഞാലൊക്കെ അപ്പം തന്നെ വരും. പിന്നെ എന്ത് പറഞ്ഞാലും അനുസരിക്കും. മുഖത്തെ എക്സ്പ്രഷൻ വരെ അവൾ ഭയങ്കരമായിട്ട് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. നമ്മളെന്താ ചിന്തിക്കണേന്ന് വരെ അവൾക്ക് മനസ്സിലാവും. ഇത് ഒറ്റ ലിറ്ററിൽ കിട്ടിയ പപ്പീസാണ് 7 ഇപ്പോൾ 1 മാസമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് റോയൽ ക്യാൻ കൊടുത്തു തുടങ്ങാം. പപ്പീസിൻ്റെയും പപ്പി ആൻഡ് മദർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റോയൽ ക്യാൻ കിട്ടും. അത് 1 കിലോ 4 കിലോ ഒക്കെ കിട്ടും. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഒരു പിടിയോ 2 പിടിയൊക്കെ വെച്ച് കൊടുക്കുക 1 മാസമൊക്കെ ആയിക്കഴിഞ്ഞാൽ. ഇവരുടെ പപ്പീസിൻ്റെ റേറ്റൊക്കെ അതിൻ്റെ റേഞ്ചൊക്കെ വരുന്നത് 15,000 തൊട്ടാണ്.
അത് ഓരോരുത്തരുടെ മറ്റേ സ്കിന്നിൻ്റെ ആ ഒരു മാർക്കിങ്ങും പിന്നെ ഹെയറിൻ്റെ ക്വാളിറ്റിയും അതൊക്കെ വെച്ചിട്ടായിരിക്കും റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് വരിക.